നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ റൗണ്ട് ഓഫ് 16 കാത്തിരിപ്പാണ് ആരാധകർ. പക്ഷേ അതിനു മുമ്പ് പ്ലേ ഓഫ് മത്സരങ്ങൾ കളിക്കണം. ലീഗ് ഘട്ടം കഴിയുമ്പോൾ ഞെട്ടിച്ചത് മാഞ്ചസ്റ്റർ സിറ്റിയാണ്. കാരണം അവർ അൺസീഡഡ് ആയിട്ടാണ് ഇനിയിപ്പോൾ അടുത്ത നറുക്കെടുപ്പിലേക്ക് പോവേണ്ടത്. വല്ല വിധേനയും കടന്നുകൂടി 22ാം സ്ഥാനത്താണ് അവരുള്ളത്. പുറത്തായ ഡൈനാമോ സഗ്രബിനുള്ള അതേ പോയിൻ്റ് തന്നെ അവർക്കും. ഡൈനാമോ സഗ്രബിന് ഈ പറഞ്ഞ പോലെ 25ാം സ്ഥാനം ലഭിക്കുമ്പോൾ അവർക്ക് 11 പോയിൻ്റാണ്. 22ാം സ്ഥാനമുള്ള മാഞ്ചസ്റ്റർ സിറ്റിക്കും 11 പോയിൻ്റാണ്. അപ്പോൾ എത്രത്തോളം ചെറിയ ഒരു മാർജിനിലാണ് സിറ്റി രക്ഷപ്പെട്ടു പോയത് എന്നൊന്ന് നോക്കുക. അപ്പോൾ ഇനി മുന്നോട്ടുള്ള വഴി എങ്ങനെ, ആരാധകർ അതാണ് ഉറ്റുനോക്കുന്നത്. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ പുതുക്കിയ ഫോർമാറ്റ് അനുസരിച്ച് നിങ്ങൾക്കറിയാവുന്ന പോലെ ആദ്യ 8 സ്ഥാനത്തുള്ളവർ നേരിട്ട് റൗണ്ട് ഓഫ് 16ലാണ്. പിന്നെ 9 മുതൽ 16 വരെയുള്ള സ്ഥാനക്കാർ നോക്കൗട്ട് സ്റ്റേജിൽ സീഡഡ് ടീമുകളായിട്ട് പരിഗണിക്കപ്പെടും. 17 മുതൽ 24 വരെയുള്ള സ്ഥാനക്കാർ നോക്കൗട്ട് സ്റ്റേജിൽ, അതായത് പ്ലേ ഓഫ് സ്റ്റേജിൽ അൺസീഡഡ് ആയിട്ട് പരിഗണിക്കപ്പെടും. അപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി അൺസീഡഡ് ടീമാണ്. അവരുടെ എതിരാളികൾ ആരാണ് വരിക? ഒട്ടും എളുപ്പമല്ല മാഞ്ചസ്റ്റർ സിറ്റിക്ക് എന്നതാണ് യാഥാർത്ഥ്യം. മാഞ്ചസ്റ്റർ സിറ്റിയുടെ എതിരാളികളായിട്ട് വരാൻ പോകുന്നത് ഒന്നുകിൽ റയൽ മാഡ്രിഡ് അല്ലെങ്കിൽ ബയേൺ മ്യൂണിക്ക്. ഇതാണ് പ്ലേ ഓഫിൻ്റെ ഫിക്സറിൽ വരാൻ പോകുന്നത്. നോക്കൗട്ട് പ്ലേ ഓഫിൻ്റെ ഡ്രോ നാളെയാണ്, ജനുവരി 31-നാണ് യുവേഫ നടത്താൻ പോകുന്നത്. അപ്പോൾ നറുക്കെടുത്ത് കഴിഞ്ഞാൽ അറിയാം, ഒന്നുകിൽ റയൽ മാഡ്രിഡ് അല്ലെങ്കിൽ ബയേൺ, വേറെ ഓപ്ഷനില്ല. അങ്ങനെയാണ് പെയർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പം സിറ്റിയുമായിട്ട് പെയർ ചെയ്തത് സെൽറ്റിക്കാണ്. സെൽറ്റിക് ഓർ മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് റയൽ മാഡ്രിഡ് ഓർ ബയേൺ എന്നാണ്. അപ്പം മാഞ്ചസ്റ്റർ സിറ്റിക്ക് എതിരാളിയായിട്ട് റയലോ ബയേണോ വരും എന്ന കാര്യം ഉറപ്പാണ്. ഇനി അവിടെ നിന്ന് കയറി മുന്നോട്ട് പോയാൽ, ഇനിയിപ്പോൾ ബയേണിനെതിരെ കളിച്ചു ജയിച്ചു സിറ്റി റൗണ്ട് ഓഫ് 16, റയലിനെതിരെ കളിച്ചു ജയിച്ചു മാഞ്ചസ്റ്റർ സിറ്റി റൗണ്ട് ഓഫ് 16, എതിരാളിയായിട്ട് വരാൻ പോകുന്നത് ഒന്നുകിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് അല്ലെങ്കിൽ ബയർ ലെവർക്യൂസൻ. ഒട്ടും എളുപ്പമല്ല. ഇന്നലെ പെപ്പ് പറഞ്ഞ പോലെ ബയേൺ വേണോ റയൽ വേണോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ മറുപടി, ഒരു ടീം യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ രാജാക്കന്മാരാണ്, മറ്റൊരു ടീം രണ്ടാമത്തെയോ മൂന്നാമത്തെയോ രാജാക്കന്മാരാണ്. ആരായാലും കാര്യം വളരെ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് ആരാധകരിൽ ചിലരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് ബയേണും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിൽ വരാൻ. കാരണം ആശാനും ശിഷ്യനും തമ്മിലുള്ളൊരു പോരാട്ടമാവുമല്ലോ അത്. കാത്തിരിക്കാം ആരാർക്കെതിരെ മുട്ടുമെന്നറിയാൻ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.